ഇങ്ങനെ ഇരുന്ന ഞങ്ങള് ഇങ്ങനെയായി എന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ കുറെ നാളായിട്ട് നിങ്ങൾ എല്ലാരും ചോദിക്കാനാണ് ചേട്ടൻ എവിടെ, ചേട്ടനായിട്ടുള്ള വീഡിയോസ് വേണം. എന്റെ പിള്ളേർക്ക് അനന്തുവിന് അത്ര ഇഷ്ടമാണ് ശരിക്കും. അതുകൊണ്ട് ഞാൻ ചേട്ടനെ കയ്യോടെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. 2-3 ദിവസം ഷൂട്ട് ചെയ്യുന്ന ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ ചേട്ടനെ വല്ലപ്പോഴും ആണ് കാണാൻ കിട്ടാറ്. സത്യം പറഞ്ഞാൽ ഹെക്റ്റിക് ആയിട്ടുള്ള ഷൂട്ട് സ്കെഡ്യൂളാണ് അനന്തുവിന്റെ. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ അല്ലേ? എന്താ കാര്യം? കാരണം ഇന്ന് ഒരുപാട് ഓർമ്മകൾ അയവിറക്കുന്ന ദിവസമാണ് ഗൈസ്. ഞങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, അതും 11 വർഷത്തെ അല്ലേ, ഞങ്ങൾ കണ്ടപ്പോ മുതല് എങ്ങനെയാണ് ഇത്രയും നാള് ഞങ്ങള് ചേഞ്ച് ആയത്, ഞങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റേജസ് ആണ് ഞങ്ങൾ ഇന്നിട്ട് ഷെയർ ചെയ്യാൻ പോണ ലുക്ക് വൈസ് അല്ലേ. ബാക്കി സ്റ്റോറിയൊക്കെ ഞങ്ങൾ വേറെ ദിവസം പറയാം കേട്ടോ. അപ്പൊ തുടങ്ങിയാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നേ മിഷൻ 1 മില്യൺ അതെന്തോ ഓർമ്മിപ്പിച്ചാട്ടോ. അതെ, നമ്മുടെ ചാനലിൽ ഇപ്പൊ മിഷൻ 1 മില്യൺ ചലഞ്ച് നടക്കുവാണ്. എന്നാണോ ഞാൻ 1 മില്യൺ ഹിറ്റ് ചെയ്യണ അനന്തു, അന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിഗ് സർപ്രൈസ് ഉണ്ടാവും. അതൊക്കെ തരാം, അതൊക്കെ തരാം. ഇതിപ്പോ ഒരു പ്രൂഫാണല്ലോ വീഡിയോ എടുക്കാൻ നേരത്തല്ലേ ചേട്ടനില്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവർക്ക് ഇന്നത്തെ വീഡിയോയില് 1 മില്യൺ അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് സർപ്രൈസ് ഉണ്ട്. അപ്പൊ വേഗം സബ്സ്ക്രൈബ് നൗ. നമുക്ക് വേഗം തന്നെ 1 മില്യൺ ഹിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്രേസി ആയിട്ടുള്ള പൊളി ആയിട്ടുള്ള വീഡിയോ അല്ലേ? ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഈ ഒരു ബുക്കിലില്ലേ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അല്ലേ, ടോപ്പ് ടു ബോട്ടം. ഇന്ന് ചേട്ടൻ മുഴുവൻ നേരം സത്യം. അതെ 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 സംസാരിക്കും. ഓക്കെ, തന്നേക്കണ പ്രോമിസ് ചെയ്തിട്ടൊക്കെ ആയിട്ട് വന്നേക്കണം. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും നല്ല സൂപ്പർ കോലത്തിലാണ് ഇരുന്നേറ്റ് അല്ലേ കാണാൻ നേരത്ത്. അന്ന് ഞങ്ങക്ക് ഭയങ്കര ഭംഗിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രേമത്തിലൊക്കെ ആയി, സ്വഭാവം ഇഷ്ടപ്പെട്ട്, ലുക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രേമത്തിലായി. ഇന്നിപ്പോ തിരിഞ്ഞു നോക്കാൻ ശരിക്കും അന്ന് മറ്റേ എന്താ പറയാ, ശരണ്യ കോളേജ് ബ്യൂട്ടി എന്നാണ് ഞാൻ കരുതിയത്. ഞാനെന്നല്ല, അത്യാവശ്യം എല്ലാവരും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളിൽ ഒരാൾ. ഇന്ന് ആ ബ്യൂട്ടി ഞാൻ നോക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്നു കോലത്തിലാണ് ഞാൻ അന്നിരുന്നേ. പക്ഷെ അന്നത്തെ അത് ഭംഗിയായിരുന്നു. ചിലപ്പോ അന്നത്തെ ട്രെൻഡിനനുസരിച്ച് ലുക്കായിരുന്നു. നിങ്ങളിപ്പോ എന്തായാലും ഫോട്ടോസ് കാണില്ലേ? അതെ അതെ കാണും. അപ്പൊ കാണുമ്പോ നിങ്ങൾ വിചാരിക്കാം ഇതിനെയാണോ ചേട്ടൻ നോക്കിയത്, അല്ലെങ്കിൽ ഈ ചേട്ടനാണ് ഈ ചേച്ചി നോക്കിയത്. സത്യമായിട്ട് ഞങ്ങള് ഭയങ്കര ശോഷിച്ച്, അതുപോലെ തന്നെ ആ ഒരു രീതിക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാണ്ട് അപ്പത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നടന്ന ആൾക്കാരാട്ടോ എല്ലാരും. അങ്ങനെ തന്നെ ആയിരിക്കും. ഈ 11 ഇയേഴ്സ് ഇങ്ങോട്ട് നോക്കാൻ നേരത്താട്ടോ എത്ര നമ്മൾ ചേഞ്ച് ആയിന്ന് മനസ്സിലാവുന്നത്. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട്. ഞങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തതെന്നൊക്കെ പറയാം. ഫസ്റ്റ് തന്നെ അനന്തു സ്റ്റാർട്ട് ചെയ്യട്ടെ. അനന്തുവിന്റെ ലുക്കിൽ അനന്തു എന്താണ് ആദ്യം മാറ്റിയത്? എനിക്ക് തോന്നുന്നു ഒരു 9ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലോണം പല്ല് പൊങ്ങിയിട്ടുള്ള കൂട്ടത്തിലായിരുന്നു. ഫോട്ടോസ് കൊടുക്കാട്ടെ ഇതിന്റെ. കാരണം എനിക്ക് വാ മൂടാൻ പറ്റില്ല, ഇങ്ങനെ പിടിക്കാൻ പോലും പറ്റില്ല. എനിക്ക് അത്രത്തോളം ഇങ്ങനെ നല്ല സ്പേസ് ഉണ്ടായിട്ട് പല്ലിങ്ങനെ. അപ്പോൾ ആദ്യം ചെയ്തത് പല്ലിൽ ക്ലിപ്പ് ഇടുക എന്നുള്ള പരിപാടിയാണ്. ഫേസിൽ ചേഞ്ച് വന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണ ഈ ഒരു കാര്യം ചെയ്തേ. പിന്നെ അല്ലേ, അത് മാത്രമല്ല നേരെയായിട്ട് നിൽക്കും. ഞാൻ ഇപ്പോഴും അത് രാത്രി മറ്റേ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. കാരണം അന്നോട്ട് ഇന്ന് വരെ ഇപ്പൊ എത്ര കൊല്ലം 9ാം ക്ലാസ്. കാരണം അത് അത്രയും അനന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പല്ലിന്. കാരണം അതാണ് അനന്തുവിന്റെ ലുക്കിനെ മുഴുവനായിട്ട് ചേഞ്ച് ചെയ്തത് അല്ലേ. അത് പലരും പല രീതിയിലാണ്. ചിലവര് പറയും ഭയങ്കര പല പോലത്തെ പല്ലാണ്, കാണാൻ ഭംഗിയില്ലാത്ത പല്ലാണ്. ചിലവര് വരും നല്ല പല്ലാണ്. നല്ല പല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു പല്ലില് ഞാൻ ഭയങ്കര അതെ, അതിപ്പോഴും അത് പൊങ്ങോന്നുള്ള പേടിയിലാണ് അനന്ത് ഇന്ന് നൈറ്റ് ക്ലിപ്പ് ഇട്ടുകൊണ്ട് വന്ന് കിടക്കണം. അതെ, അത്രയും അനന്തും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തെന്നുള്ളതാണ്. ശരിയാണ് പിള്ളേരെ, നമ്മുടെ ഓവറോൾ ലുക്കിൽ പല്ല് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അനന്തുവിന്റെ പോലെ എപ്പോഴും ക്ലിപ്പ് ഇല്ല. അതുകൊണ്ട് എന്റെ പല്ല് ഇപ്പൊ ചെറുതായിട്ട് പൊങ്ങി വരേണ്ടത് എനിക്ക് മനസ്സിലായി. അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ അന്ന് ചെയ്തതിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഇതാണ് ഞാൻ ചെയ്തത്. 7,000 സംതിങ് ഉണ്ട് ആ സമയത്ത്. ഇപ്പൊ അതിനിപ്പോ 34,000 50 കൊടുക്കണം പല്ല് നല്ല കമ്പിയൊക്കെ കിട്ടണമെങ്കിൽ. അപ്പൊ അതാട്ടോ അനന്തു ആദ്യം വരുത്തിയ ചേഞ്ച് എന്നുള്ളത്. ഞാൻ ആദ്യം വരുത്തിയ ചേഞ്ചാണ് ഹെയറിൽ വരുത്തിയ ചേഞ്ച്, മുടി. കാരണം എൻ്റെ ഓവറോൾ ലുക്കിൽ ഞാൻ എപ്പോഴും പണ്ട് നമുക്കറിയാലോ നാട്ടിൻപുറത്ത് കിള്ളിപ്പിന്നിട്ട് കിടക്കണ ഒരു കൊട്ടയായിരുന്നു ഞാൻ, കിള്ളിപ്പിന്നൊക്കെ ഇട്ടിട്ട് നടക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹെയറിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ചു തന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് നല്ല വലിയ സ്കൂളിലൊക്കെ പഠിച്ച് വന്നവർ. അപ്പോൾ അവരുടെയൊക്കെ ഹെയർ സ്റ്റൈൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആവുമായിരുന്നു. അവരാണ് എന്നോട് പറഞ്ഞ ശരണ്യ നീ ഇങ്ങനെ ഇത് മാറ്റിയിട്ട് പോണിട്ടയിൽ കെട്ടി നോക്കാനായിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഗോ ടു ഹെയർ സ്റ്റൈല് പോണിട്ടയിലാട്ടോ. ഭയങ്കര സുഖമാണ്. അതുപോലെ തന്നെ എനിക്ക് ബാക്ക് കോംബ് ചെയ്യുമ്പോൾ ഭയങ്കര ചേരും എന്ന് എനിക്ക് തോന്നാറുണ്ട്.
അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹെയറിൽ വരുത്തിയ ചേഞ്ച്. പിന്നെ ആ സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ ചീത്ത വിളി കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ മുടി ഇങ്ങനെ പരത്തി വെക്കണേന് എണ്ണ കാച്ചിട്ട് വന്നേക്കണേണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ അങ്ങനെ കുറെ. അതെ, മല്ലുക്കുട്ടി അതായിരുന്നു ഞാൻ. ഒരു പൊട്ടക്കത്തൊട്ട് നിറയെ ഏലസൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലുക്ക്. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം കുറച്ച് ഇങ്ങനെ പൂച്ചണ്ടൊക്കെ പിടിച്ച വെറൈറ്റി ഫോട്ടോസ് ഒക്കെ ഉണ്ടായില്ലേ. ഏലസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലാക്കിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മേനെ അങ്ങനെ ഫ്രീക്ക് ആക്കി എടുത്തിരുന്നത്. കഴുത്തില് അങ്ങനെയൊക്കെ നടന്നിരുന്ന ടിപ്പിക്കൽ ഗ്രാമവാസി കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ ഓരോ ചേഞ്ചസ് ഞാൻ വരുത്താൻ തുടങ്ങിയത് എൻ്റെ +1 +2 കാലഘട്ടത്തിലാട്ടോ. കാരണം എനിക്ക് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ബോധം വന്നു തുടങ്ങിയത്. പിന്നെ ആക്ട്രസസിന്റെ സ്റ്റൈലും ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് +1 +2 സമയത്ത്. എന്നാലും അപ്പിയറൻസിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേഞ്ച് ചെയ്തത് ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ഓർക്കണ്ട, ഞാൻ ചെയ്തൊരു സ്റ്റൈല് പോണിട്ടൈലിൽ തന്നെ ഇങ്ങനെ ബമ്പൊക്കെ വെച്ചിട്ട് അത് ഫോട്ടോ കാണാം നിങ്ങൾക്ക്. എന്റെ ഒരു മല ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ഞാൻ കോളേജിൽ കയറുമ്പോ വരെ. അത് നീ മാത്രമല്ല, ആ സമയത്ത് എല്ലാരും അങ്ങനെ. അത് എന്തോരം പൊക്കും അത്രയും ഭംഗിയായിരുന്നു. ഏറ്റവും ഹൈറ്റ് കൂടിയ ബമ്പ ഏതാണോ അതാണ് ഏറ്റവും ഭംഗി എന്നാണ് നമ്മള് വിചാരിച്ചോണ്ടിരുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു ലുക്കിലാട്ടോ ഞാൻ കോളേജിൽ കയറണതും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനന്ത് പിന്നെ എന്താ ചേഞ്ച് വരുത്തിയത്? അനന്ത് ഹൃത്തിക് റോഷൻ ഫാൻ ആയിരുന്നു ആ സമയത്ത്. ആ സമയത്തൊന്നല്ല, ഞാൻ ഇപ്പോഴും വലിയൊരു ഹൃത്തിക് റോഷൻ ഫാനാണ്. എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 9-10 എനിക്കൊന്ന് +1 പഠിക്കുന്ന ടൈമാണെന്ന് ഇത്ര വലിയ ഫാനായിരുന്നു പുള്ളിയുടെ സ്റ്റൈലാണെങ്കിലും പുള്ളിയുടെ ബോഡി അതുപോലെയൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ച ഒരു മീൻസ് ശരീരമൊക്കെ അതേപോലെയൊക്കെ ആവണം. നമ്മളെ ചെറിയ മനസ്സിൽ നമുക്കിങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എപ്പോഴും നമുക്കൊരു ഹീറോ ഉണ്ടാവും ആ സമയത്ത്. സ്റ്റൈൽ ചെയ്യണൊക്കെ അവരുടെ നോക്കിയേക്ക്. ഞാൻ വലിയ ഹൃത്തിക് റോഷൻ ഫാൻ. അന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു ബോഡി എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം എനിക്ക് ഫോട്ടോ കാണുമ്പോൾ പറയാൻ പറ്റില്ല, ഭയങ്കര ലീനായിരുന്നു. എനിക്ക് ഒരു മീൻസ് എൻ്റെ സ്കെലറ്റൻ പോലെയായിരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് അത്ര വലിയ ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ ഒട്ടും ഹെൽത്തി അല്ല. ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറയുമ്പോൾ ഒരു പുഷപ്പ് അടിക്കാൻ പോലും എനിക്ക് അറിയില്ല. ഞാൻ വെറുതെ തൂങ്ങിക്കിടക്കുള്ളൂ. എനിക്ക് അങ്ങനെ അത്രയും പോലും എനിക്ക് പവറില്ല ശരീരത്തിൽ. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഇങ്ങനെ നമ്മളത് പുള്ളിനൊക്കെ ഇൻസ്പയർ ചെയ്ത്. അയ്യോ ശരിക്കും ഞാൻ ഇപ്പോഴും അറിയാം. അനന്തും ഞങ്ങൾ ചാറ്റ് ചെയ്ത് ഞങ്ങൾ വളച്ചതൊക്കെ ഞങ്ങളെപ്പോഴും ലവ് സ്റ്റോറി പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയാട്ടോ. ആ സമയത്ത് ഫേസ്ബുക്കിൽ അനന്തു നിറയെ ഫോട്ടോസ് ഇടുമായിരുന്നു. അതും ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് ഭയങ്കര കളേഴ്സൊക്കെ വെച്ചിട്ട് ആ സമയത്ത് ഭയങ്കര ട്രെൻഡാട്ടോ. ഹെയർ കളർ ചെയ്യായിരുന്നു ആ സമയത്ത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റയ്ക്ക് മീൻസ് എൻ്റെ അച്ഛൻ്റെ അനിയത്തേക്ക് ബ്യൂട്ടി പാർലറുണ്ട്. ഞാനൊരു 8ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കണം. പിന്നെ അതിന് മുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യണം. അപ്പൊ അന്ന് ഈ ബർഗണ്ടി എന്ന് പറഞ്ഞുള്ളൊരു ടൈപ്പ് അതെന്ന് പറഞ്ഞാൽ ഈ വെയിലടിക്കുമ്പോഴേ കളർ കാണുള്ളൂ. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ ഇപ്പൊ അധികം ലൈറ്റ് ഇല്ലെങ്കിൽ ഈ കളർ കാണില്ല. അപ്പൊ ഞാൻ എന്റെ അച്ഛനാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല. അച്ഛൻ ഈ പറഞ്ഞ കളർ അടിക്കുക, ഇപ്പൊ ഈ വളയിട്ടിട്ട് കിടക്കുക, ചരട് കെട്ടിക്കൊണ്ട് കിടക്കുക, ഇതൊന്നും അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ നല്ല വീട്ടിലായിരിക്കും ഇഷ്ടമല്ല. അങ്ങനെ അതൊന്നും സമ്മതിക്കില്ല. പക്ഷെ ചിറ്റയുടെ വീട്ടിൽ ചെല്ലുമ്പോ ചിറ്റ ബ്യൂട്ടി പാർലർ കൊണ്ട് ഞാൻ ചിറ്റ എനിക്ക് ഇത് കളർ അടിക്കുന്നു. ചിറ്റ ചെയ്യുമ്പോ പിന്നെ അച്ഛനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചത് ചിറ്റ ചെയ്തത് അപ്പൊ ഒരു ചിറ്റയാണ് എനിക്ക് ആദ്യമായിട്ട് മുടിയിൽ കളറൊക്കെ. അന്ന് ട്രെൻഡാണ്. കാരണം അന്യനൊക്കെ ഇറങ്ങിയ സമയമാണൊന്ന് റെമോ ഭയങ്കര ഈ പറയുന്ന പോലെ മുടി റെമോയുടെ സ്റ്റൈലൊക്കെ എന്നൊക്കെ പറഞ്ഞ കളറൊക്കെ ഫെം എന്നാ പറയണത്. അതൊക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര വലിയ ട്രെൻഡാ. അന്നാണ് ഈ ഹെയർ കളറിനോട് എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്കിടയിൽ പോപ്പുലറായി തുടങ്ങിയ ആ ഒരു സിനിമ കണ്ടാണെന്ന്. കാരണം അന്നോട്ടാണ് ഈ കളർ ഇപ്പോഴത്തെ കളർ. അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത് മാറ്റിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കളർ ചെയ്തെന്നുള്ള അല്ലെ. ഞാനും അതെ കേട്ടോ. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് കോപ്പർ റെഡ് എന്താ കറക്റ്റ് ഓർക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നെ സീനിയേഴ്സ് റാഗ് ചെയ്യാൻ വരും. എന്താണ് എന്നെ എല്ലാ ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും റാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർവെൽ സമയമാകുമ്പോഴത്തേക്കും വരും. അതിലൊരു സീനിയർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ശരണ്യ ജസ്റ്റ് ഈ തല്ലടിച്ചേക്കണ കളർ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കോപ്പർ റെഡ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ബോർഡ് മുഴുവൻ എഴുതാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് എല്ലാം മുഴുവൻ എഴുതി കളർ ചെയ്തേനെ. ഞാൻ തമാശയൊക്കെ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ. കാരണം അവർ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അതുകൊണ്ടിട്ട് ആ ഒരു രീതിക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇവള് പോണ വഴിയൊക്കെ ആൾക്കാരുടെ എന്നെയാണോ ഞാൻ ചെയ്യാം. മറ്റേ ഞാനൊരു വട്ടം ഇവളെ കാണുമ്പോ ഇവള് മറ്റേ പോപ്പിക്കുഴയുടെ പരസ്യത്തിന്റെ എന്റെ മനസ്സിലെ പോപ്പി. ഞാൻ സത്യമായിട്ട് എനിക്ക് സീനിയർ ചേട്ടന്മാരെ പരിചയപ്പെടുന്നതും കമ്പനി അടിക്കണതും ഒക്കെ ഭയങ്കര പുള്ളിക്കാരത്തിന് ശ്രദ്ധിക്കുമായിരുന്നു ആൾക്കാർ. അപ്പൊ ആൾക്കാരൊന്നും മിണ്ടുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ശ്രദ്ധിക്കാണ്ടിരിക്കും ഇത്രയും വലിയ ഹമ്പും തല വെച്ചിട്ട്. അല്ല അന്ന് പക്ഷേ ഇവളെ നോട്ടം ഉണ്ടായിരുന്നു മുക്കുത്തിയായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഫ്രണ്ട്സ് വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു മുക്കുത്തി വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞു.
മൂക്കുത്തി അതാരാണെന്ന് അന്നാ സമയത്ത് മൂക്കുത്തി കുത്തണവരൊന്നും ഇല്ല. അന്നധികം ആൾക്കാരങ്ങനെ മൂക്കുത്തിയൊന്നും കുത്തുന്നവരില്ല. ചാർലി സിനിമ കഴിഞ്ഞ പിന്നെ ഈ മൂക്കുത്തിയൊക്കെ അതിന് മുന്നേ പുള്ളിക്കാരത്തി അത് അന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന എനിക്ക് കുറെ ഈ പറയുന്ന പോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്താലും എല്ലാവരും പോലെ ചെയ്യരുത്, നമ്മൾ എന്തെങ്കിലും വെറൈറ്റി നമുക്ക് കാണിക്കാൻ പറ്റും. അന്നാണ് മുക്കുത്തിയിൽ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ നോട്ട് മീൻസ് മുടി പോയിന്റുകൾ പറഞ്ഞു പോലെ ഞാൻ കോപ്പർ റെഡ് അവിടെ നിക്കണേ ഹെയർ സ്റ്റൈല് മുക്കൂത്തി അടുത്തതാണ് നമ്മൾ ഇത് വെച്ചേക്കണം അങ്ങനെയല്ലേ. ഹെയർ കളറിനെ പറ്റിയ പറഞ്ഞു വന്നേ. അപ്പൊ ഹെയർ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത് ഹെയർ കട്ട് ചെയ്യുക, കളർ ചെയ്യുക എന്നുള്ളതാട്ടോ. ഒരു നല്ല ഹെയർ കട്ടും അതുപോലെ ഒരു നല്ല ഹെയർ കളറിങ്ങും നമ്മുടെ അപ്പിയറൻസിനെ ഭയങ്കരമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ കോളേജ് ടൈം മനസ്സിലാക്കിയ കാര്യം കേട്ടോ. അനന്തുവിനെ അതെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാരണം ഫസ്റ്റ് ദിവസം ഒരു ബ്രൗൺ ഇത്രയുള്ള ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ അടിച്ചിട്ട് ഒരു അന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു ബംഗാളി ലുക്ക്. അയ്യോ കളിയാക്കണല്ലാട്ടോ അവരെ, നമ്മളിങ്ങനെ കോമൺ ആയിട്ട് പറയണ യൂസേജ് ആണല്ലോ, യൂസേജ് ആണ് നമ്മൾ ചുമ്മാ പറഞ്ഞ. പക്ഷെ ബംഗാളി ലുക്കിലായിരുന്നു അന്ന് ഇതൊക്കെ ഒരു ബംഗാളി ലുക്കായിരുന്നു. പക്ഷെ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് കളർ ചെയ്ത് അങ്ങനെയൊക്കെ. അന്നത്തെ നോക്കുമ്പോഴത്തേക്ക് ഇത് ബംഗാളി ലുക്ക് ഇപ്പൊ ഫീൽ ചെയ്യും. പക്ഷെ അന്നത്തെ ട്രെൻഡായിരുന്നു ഞങ്ങളുടെ. അതെ, അപ്പൊ ആ ഒരു ലുക്കിലാണ് ഞങ്ങൾ അങ്ങനെ തന്നെയല്ല ഞങ്ങളെ വിളിച്ചോണ്ടിരുന്ന ബംഗാളീസ് ഓൺ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കളയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്ന. കാരണം ഞങ്ങൾക്ക് ആ ലുക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെ, ബ്രൗൺ അങ്ങനെ തന്നെ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് അടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അനന്തുവിനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ചിരിയും കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചിരിച്ചാക്ക ലവ് സ്റ്റോറി പറയാം ഞങ്ങളെ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ അതാണ് ഞാൻ അനന്തുവിനെ ആദ്യമായിട്ട് കാണുന്ന ലുക്ക്. എന്നെ അതേലെ കളർ ചെയ്തിട്ട് കോപ്പർ റെഡും ഇട്ടിട്ട് ഒരു 3/4 ഒക്കെ ഇട്ടിട്ട് അതെ, അങ്ങനെയാണ് അനന്തു എന്നെ ആദ്യം കാണുന്നത്. ബാക്ക് സൈഡ് ആണ് അതെങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് രണ്ടാമത്തെ ചേഞ്ച് വരുത്തി, ഹെയർ കളർ, ഹെയർ സ്റ്റൈല്. പിന്നെ അനന്തു ചെയ്ത കാര്യം മുടി വളർത്തിയിട്ട് ആ സമയത്ത് അത് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 10th നമുക്ക് SSLC പരീക്ഷയുള്ള സമയത്ത് അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ടൈമാണ്. അത് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ്. അയ്യോ എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് 10ാം ക്ലാസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും വിടൂല. ഇപ്പൊ നമ്മൾ അമ്പലപ്പറമ്പിൽ കളിക്കാൻ പോകാനാണെങ്കിലും നമുക്കങ്ങനെ എനിക്കങ്ങനെ ഞാൻ അധികം സ്പോർട്സിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും പോകാണ്ട് എന്നെ വിടില്ല വീട്ടിൽ നിന്ന്. കാരണം പഠിക്കടാ റിസൾട്ട് ചെയ്യണം. അന്ന് ആ സമയത്ത് എനിക്കൊന്ന് മുടി വളർത്തി എന്ന് പറഞ്ഞാൽ വെട്ടിയില്ല, വീട്ടിൽ തന്നെയാണ്. പകുതി നമുക്ക് ഏകദേശം എല്ലാ ക്ലാസ്സിനും മുന്നേ SSLCക്കാർ ക്ലാസ് കഴിയും. അപ്പോൾ വീട്ടിൽ തന്നെ പഠിക്കാനൊക്കെ ഇരുതിയതുകൊണ്ട് ആ സമയത്ത് വീട്ടിലിരുന്ന് വെളുത്തു. പുറത്തേക്കൊന്നും കളിക്കാൻ പോകുന്നതുകൊണ്ട് ഒന്ന് ഫെയർ ആയി സ്കിൻ. അതിനോടൊപ്പം ഈ മുടി വളർന്നു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കേളി ഹെയർ ആണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് അത്രത്തോളം ഞാൻ മുടി വളർത്തിയിട്ടില്ല, ഷോർട്ട് ഹെയറിൽ തന്നെ നിർത്തി വെച്ചിരുന്നത്. പക്ഷെ കേളി ഹെയർ ആണെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ ഇല്ല, അന്ന് ട്രെൻഡാണ് കേളി ഹെയർ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും കേളി ഹെയർ അന്ന് തുടങ്ങി. അന്ന് ഈ പറഞ്ഞ എല്ലാവർക്കും അത് തന്നെ ഈ പറഞ്ഞ അന്യനൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ തന്നെയാണ് ഭയങ്കരമായിട്ടും കേളി ഹെയർ ഭയങ്കര ട്രെൻഡാണ്. പക്ഷെ അന്ന് എനിക്ക് ഭാഗ്യവശാൽ ഈ സാധനം വന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് മുടി വളർത്തിയ ഭംഗി. കുറച്ച് ഫേസിന് എന്റെ ഫേസ് ഷോർട്ട് ഹെയർ ആണെങ്കിൽ വേറെ ഫേസ്, അല്ലെങ്കിൽ അന്തുവിന്റെ ഫേസ് ഭയങ്കര കോലം ഫേസ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഹെയറും ബേഡൊക്കെ കൂടി വരുമ്പോ ഇത്രയും കൂടി ഭയങ്കര രസമാണ്, വേറെ ഒരു ലുക്കാണ്. മുടി വെട്ടിയ വേറെ ലുക്ക്. അത് ഞാൻ ഓർക്കണ്ട കോളേജ് ടൈമിൽ തിക്ക് ഹെയർ ആയിരുന്നു അനന്തുവിന്, നല്ല തിക്ക് ഹെയർ ആയിരുന്നു കേട്ടോ. അതിങ്ങനെ മഷ്റൂം പോലെ ഇരിക്കുന്ന തലയായിരുന്നു അല്ലേ, അങ്ങനത്തെ ഹെയർ ആയിരുന്നു. അതും ഇങ്ങനെ കേൾസ് ഇങ്ങനെ ഓരോ ഡിഫൈൻ ചെയ്ത കേൾസ് ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അനന്തുവിന്റെ ആ ഒരു ഹെയർ സ്റ്റൈൽ. ഇപ്പോഴും അതിനൊരു മാറ്റില്ല. അനന്ത് പറഞ്ഞ ഇപ്പൊ കുറെ മുടി പോയി നാട്ടോ, പക്ഷെ എനിക്കൊരു വ്യത്യാസം ഒന്നുമില്ല, അതുപോലെയൊക്കെ തന്നെ ഹെയർ ഉണ്ട്. പിന്നെ ആ ഒരു ചേഞ്ച് സ്റ്റൈലൊക്കെ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പക്ക മഷ്റൂമും കേളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓർക്കണ്ടായിരുന്നു ഒരു സിനിമയുടെ ഒക്കെ മൂവി ടൈമൊക്കെ ആയപ്പോൾ ഇത്രയും എൻ്റെ അത്രയൊക്കെ ഹെയർ ഉണ്ടായിരുന്നു. അനന്തു ഭയങ്കരമായിട്ട് അനന്തുവിന്റെ ഹെയറിൽ എക്സ്പെരിമെന്റ് ചെയ്യണ ആളാട്ടോ. ഇപ്പോഴും അതെ. എനിക്ക് തോന്നുന്ന എത്രയോ വർഷങ്ങൾ 2 വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് ഞാനിപ്പോ ഈ പറയുന്ന പോലെ ഈ ഒരു സ്റ്റൈലിൽ നിൽക്കുന്നത്. എനിക്ക് ഒട്ടും ഒരു സ്റ്റൈലിൽ തന്നെ എനിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ സ്റ്റൈൽസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളിപ്പോ ഓൾമോസ്റ്റ് ആൾക്കാരും ഇത്ര ക്ഷമയോടെ ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആ സമയത്ത് ഇപ്പം അനന്ത് ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്ന ഡാൻസിനാണ് കേട്ടോ. ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ഇപ്പോൾ ടച്ചൊക്കെ ഏകദേശമൊക്കെ വിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് ഒരു മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഫിസിക്ക് എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് സ്റ്റൈല് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നേരത്ത്
ഞാൻ എപ്പോഴും വിശ്വസിക്കണത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ ഇവൻ സാധാരണ ഒരു 100 രൂപയുടെ ടീഷർട്ട് ഇട്ടാൽ കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ. പിന്നെ എന്ന് മുതലാണോ നമ്മൾ ഏൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണേ അന്ന് മുതൽ നമ്മുടെ ലൈഫിന് കൺട്രോൾ ഇല്ല. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, ഇഷ്ടമുള്ളിടത്ത് പോവും, എല്ലാം ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ ഫിസിക്ക് കേട്ടോ. കാരണം അങ്ങനെ ഇരുന്ന ഞാൻ ഇങ്ങനെ ആവണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഫുഡ് അടിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എപ്പോഴും ഉള്ളിടത്ത് ഞാൻ പറയാം, നിന്റെ ഒരു ഫീൽഡിന് അതല്ല, മീൻസ് ഇവൾക്ക് ഇപ്പൊ ഉള്ളൊരു അവസരം വെച്ചിട്ട് ഇവൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറടി എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക. നീ ഡാൻസ് കണ്ടിന്യൂ ചെയ്യും, അതിനിപ്പം ജിമ്മും കൊണ്ടുപോകും. കാരണം ഇപ്പോഴത്തെ ഇവളുടെ ഒരു തൊഴിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവൾക്ക് അത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹെക്റ്റിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ രാത്രി 9:30 ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ 10 മണിക്ക് നേരെ ജിമ്മിൽ പോകും. 11:30-12 മണി വരെ ജിം വർക്കൗട്ട് ചെയ്യും. രാത്രി വീട്ടിൽ നിന്ന് 1 മണിക്ക് കിടന്ന് ഉറങ്ങും. അടുത്ത ദിവസം രാവിലെ 6:30 എണീറ്റ് പിന്നെയും വർക്കിന് പോകും. ബോഡി ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ആനന്ദുവിനെ കണ്ടുപഠിക്കണം. ഞാൻ എല്ലാവരോടും പറയും അത്രയും. കാരണം അനന്തുവിന്റെ ലൈഫിൽ റുട്ടീനായത്. +2 മുതൽ അനന്തു വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും എല്ലാം ചെയ്യണം കേട്ടോ. അതിന്റെ കാര്യം എന്ന് പറയും, ഞാൻ ഈ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒരു 10 വരെയത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് പുച്ഛിച്ചിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ഈ ബോഡി ഷേമിംഗ് എന്നൊക്കെ ഇപ്പോഴാണ് അതൊക്കെ തുടങ്ങി. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കെ കാണുമ്പോൾ ഇപ്പോൾ വണ്ണുള്ളൊരു കുട്ടിയാണെങ്കിൽ തടിച്ചി എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് നോക്കി വിളിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുമ്പോ എടാ കാറ്റ് വന്നാൽ പറഞ്ഞു നീ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു സംസാരം. എന്തിന് ഞാനൊരു വട്ടം നമ്മളുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു വീട്ടിലെന്തോ വന്നപ്പോൾ ഞാൻ പല്ലിക്കാൻ വിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ കയറി വന്നു, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുള്ളിനെ കണ്ടപ്പോൾ സന്തോഷിച്ച് നമ്മൾ ആ ഒരു വ്യക്തിനെ കണ്ടപ്പോൾ കയറി ചെന്നെ പുള്ളി പറഞ്ഞു എടാ വാവൂട്ടി പിടിക്കും, മിന്നലടിച്ച പല്ലി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരേ കളിയാക്കിയിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് എല്ലാവരും മുന്നേ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടിപ്പിക്കും. നമ്മളങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയുള്ള പ്രശ്നം. അപ്പോൾ ഒരുപാട് കളിയാക്കലും പുച്ഛമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോഴത്തേക്കും, +2 എന്നല്ല ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആ സമയത്ത് നമ്മളുടെ വാരണായിരം സിനിമ ഇറങ്ങി. അതിൽ സൂര്യ 6 പാക്ക് കൊണ്ടുവന്നു. അയ്യോ അതെന്നൊക്കെ കണ്ടപ്പോ എനിക്കന്ന് 6 പാക്ക് ഉണ്ട്. അത് മറ്റേ അങ്ങനെയല്ല 6 പാക്ക് ഉണ്ട്, പക്ഷെ അതെന്ന് പറഞ്ഞാൽ മറ്റേ ദാരിദ്ര്യത്തിന് 6 പാക്ക് എന്ന് പറയില്ലേ. കാരണം ശരീരം ഇല്ലാതെ ഉണങ്ങിയിരിക്കുക. അപ്പൊ നമ്മളുടെ ഒരു തെളിഞ്ഞു കാണുക. അങ്ങനെയുണ്ട്. അന്ന് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. 6 പാക്ക് ഉണ്ട് എനിക്ക്, ബാക്കിയൊന്നുമില്ല. അന്ന് ഇതേപോലെ ഒരു പുഷപ്പ് പോലും എടുക്കാൻ പോലെ, ഒരു പുള്ളപ്പ് പോലും എടുക്കാൻ പോലെ. അങ്ങനെ അവിടുന്ന് പുഷപ്പ് എടുക്കാൻ പഠിച്ചു. ഫിറ്റ്നസ്സിനോട് കുറച്ച് ഭയങ്കര ഡെഡിക്കേഷൻ ഇട്ട് തുടങ്ങി. അങ്ങനെ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പ്രോപ്പറായിട്ടുള്ള ജിമ്മിന് വിട്ടു. കാരണം അതുവരെ തന്നെ ജിമ്മിന് വിട്ടില്ല. കുറേ വീട്ടുകാർ എനിക്ക് ജിമ്മിന് പോകണം, വീട്ടുകാർ പറഞ്ഞപ്പോൾ സമ്മതിക്കില്ല, വളർച്ച മുരടിച്ചു പോകും. ഒരു മീൻസ് അന്ന് അങ്ങനെയാണ് പറഞ്ഞേ വിടില്ല, വളർച്ച നിൽക്കും, വളർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ജിമ്മിന് വിടുന്നില്ല. അവസാനം +2 കഴിഞ്ഞിട്ട് നീ പോയിക്കോന്നു. +2 എന്ന് പരീക്ഷ തീരുന്നതിന്റെ അടുത്ത ദിവസം ഞാൻ പോയി ജിമ്മിലായിരുന്നു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും വർഷത്തില് അനന്ത് ജിമ്മിന്ന് ഒരു ഇതെടുത്തിട്ടില്ല. 11 വർഷമായിട്ട് ആ ജിമ്മെന്നുള്ള അനന്ത് മുടക്കിയിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ മറ്റേ വയ്യായിക വരുമ്പോഴൊക്കെ ഓക്കെ, അല്ലാണ്ട് ബോഡി ബിൽഡിങ് അങ്ങനത്തെ എനിക്ക് ക്രൈസ് വന്നിട്ടില്ല. എനിക്ക് നല്ലൊരു മോഡൽ ഫിസിക്കൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. എനിക്കൊരു ഇപ്പൊ എനിക്കൊരു കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്ര ഫാറ്റ് കയറിയേക്കുന്നത്. കാരണം കുറെ നമ്മൾക്ക് വർക്കും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് മാനേജ് ചെയ്യാൻ പറ്റാൻ. പക്ഷെ ഞാൻ വീണ്ടും ബാക്ക് ടു റൂട്ടീനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് എനിക്കൊരു 6 പാക്ക് പഴപോലെ ആക്കി എടുക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും കമ്പൈൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഗുഡ് ഫിസിക്ക് ഉണ്ടാക്കുക. ഫിസിക്ക് ഉണ്ടാക്കണം മാത്രല്ല കേട്ടോ, നമ്മളൊരു ബാഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാന്നും കൂടി ഉണ്ട് അത് മീനിങ്. നല്ലൊരു ഫിസിക്ക് എന്ന് പറഞ്ഞാൽ അത് ഗുഡ് ഫുഡ്, എക്സർസൈസ്, ഇതെല്ലാത്തിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നേരത്ത് നമ്മുടെ ഫേസ് ഗ്ലോ ആവും, സ്കിൻ ഗ്ലോ ആവും. ഓൾസോ നമ്മളുടെ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് അതനുസരിച്ചിട്ട് മറ്റേ മസിലൊക്കെ തൂങ്ങണതും അതൊക്കെ നിൽക്കും. ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട് നാളെ മുതൽ നീ ജിമ്മിൽ പോകണം. സീരിയസ്ലി നമ്മളെ ഇപ്പോൾ ഈ അത്രയും ഒരു ഡൗൺ സ്റ്റേജ് നമ്മൾ കയറി വന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഒരിക്കലും പുറകോട്ട് പോകാൻ നമുക്ക് തോന്നില്ല. കാരണം ഞാൻ ഒരു വട്ടം എനിക്ക് നല്ലൊരു ഫിസിക് ആയിരുന്നു, മീൻസ് പെർഫെക്റ്റ് ഒരു മോഡൽ ഫിസിക് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഞാൻ ആക്കിയതാ. അപ്പൊ ബോഡിയാണ്
ആണ് എൻ്റെ ഒരു കോൺസെപ്റ്റില്. അല്ല സത്യമായിട്ടോ, നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഡ്രസ്സും സ്യൂട്ട് ആവുള്ളൂ. സത്യം. ഇടാം, എല്ലാവർക്കും എല്ലാ ഡ്രസ്സും ഇടാം, എല്ലാം ബോഡി അടിപൊളിയാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കണം അടിപൊളിയാണ്. പക്ഷെ നമ്മളെപ്പോഴും എപ്പോഴെങ്കിലും ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ ആഗ്രഹിക്കും നല്ലൊരു ബോഡി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്താൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ചിലവരിതിന്റെ ഹാപ്പി ആയിരിക്കും, ഉള്ള ബോഡിയിൽ ഹാപ്പി ആയിരിക്കും, അതൊന്നും കുറ്റാന്നല്ല പറയണേ. പക്ഷെ ഞങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ, നല്ലൊരു ഫിസിക് ആണെങ്കിൽ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ബൂസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ശ്രദ്ധിച്ച ഡ്രസ്സിങ് സ്റ്റൈലിലാണ്. ഞാൻ എൻ്റെ കോളേജ് ടൈമാണ് ഏറ്റവും കൂടുതൽ ട്രയൽ ആൻഡ് എറർ ചെയ്തേക്കണ സമയം. ഞാൻ കുറേ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതെല്ലാം എൻ്റെ എക്സ്പെരിമെന്റ് സമയമാണ് കേട്ടോ. സെയിം ഔട്ട്ഫിറ്റ് സെയിം പോലെ തന്നെ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പകരം ഇപ്പോൾ ഒരു ടോപ്പാണ് ഒരു സ്കേർട്ടാണ് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്ന സമയം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞേക്കണം, എൻ്റെ ഓരോ ലുക്സ് ആണെങ്കിലും ഓരോ സ്റ്റൈൽസ് ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചേക്കണം മുഴുവൻ ട്രയൽ ആൻഡ് എററാണ്. ഇത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഫ്ലോപ്പ് ആവുന്ന ദിവസം കണ്ടു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഗംഗയുടെ കല്യാണത്തിന് ഞാൻ കാറ്റത്തൊന്ന് ആടിയിട്ട് വന്നതാ, ഡയറി പോയിട്ട് വന്നതാ. ഞാൻ പറഞ്ഞു വന്നത് അതാ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ സ്റ്റൈൽസ്. അനന്തു ആണെങ്കിലും ഏതോ ഒരു ആളെ പറഞ്ഞില്ലേ കളേഴ്സ് ഒക്കെ അങ്ങനെ എടുക്കണത്, ഏതോ ഒരു ജോൺസീന. അത് സംഭവം പണ്ട് നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ റെസ്ലിംഗ് കാണുമ്പോൾ ജോൺസീനയുടെ ഒരു ഡ്രസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുള്ളി പറഞ്ഞാൽ ഓറഞ്ച് നീല ആ ഒരു കോംബോ, പിന്നെ കറുപ്പ് ഓറഞ്ച്, നീല പച്ച, അതൊക്കെയാണ് പുള്ളി. എനിക്ക് ഭയങ്കര അങ്ങനത്തെ കോംബോയൊക്കെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം, എത്ര നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 100 രൂപയുടെ ഒരു ടീഷർട്ട് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും നല്ല ഡ്രസ്സിങ് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം ഞാനൊരു ടൈമിന് എനിക്കൊരു എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ നല്ലോണം ഫിറ്റ്നസ്സൊക്കെ നോക്കിയ സമയത്ത് ഞാൻ ഈ ചുരിദാറിൻ്റെയും ബെഡ്ഷീറ്റ് തുണിയില്ലേ, ഈ നമ്മളുടെ രാധാകൃഷ്ണയിലൊക്കെ പോയി 100 രൂപക്കും 90 രൂപക്കും മീറ്ററിന് കിട്ടുന്ന തുണി ഞാൻ പോയി തയ്ച്ചിട്ട് ഞാൻ ഷർട്ടാക്കി ഇട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട്. 40 രൂപയുടെ ലൈനിങ് ഞാൻ ഇല്ലാണ്ട് ഒരു ദിവസം തുണി എടുക്കാൻ പോയിട്ടാ. ഞാൻ നോക്കിയപ്പോ ഒരു യെല്ലോ ഷർട്ട് നോക്കിയപ്പോ അത് സ്റ്റിച്ചിങ് പിഞ്ചി വരാൻ. ഞാൻ ഇട്ടിട്ട് അന്ന് വൈകിട്ട് തന്നെ ഇങ്ങനെ പിഞ്ചി വരാൻ തുടങ്ങി. 40 രൂപയുടെ ലൈനിങ് മേടിച്ചിട്ട് ഷർട്ട് അടിച്ച് പിഞ്ചാണ്ടിരിക്കും. ഇതൊക്കെ ഞങ്ങൾ തുണി എടുത്ത് എടുക്കാറുണ്ട് കേട്ടോ. നല്ല നല്ല പാറ്റേൺ എടുത്തോണ്ടൊക്കെ വരാറുണ്ട്. അന്ന് നൈറ്റിയുടെ അതൊരു തുണി എടുത്ത് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഒരു എൻഗേജ്മെന്റ് ഞാൻ പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ചേട്ടാ ഇത് ഏത് ബ്രാൻഡിന്റെ തുണി, നല്ല രസമുണ്ട്. ഞാൻ ചേട്ടാ ഇത് നൈറ്റി തുണിയാ. ഷോറൂമിലാണെങ്കിലും വലിയ ബ്രാൻഡ് ഡ്രസ്സ് ഷോപ്പിലൊക്കെ പോകാൻ നേരത്ത് എനിക്കിങ്ങനെ ഒറ്റ നോട്ടം നോക്കി പെട്ടെന്ന് ഒരു സാധനം അതെന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും. അത് മറ്റേ ഈ വൈബ്രന്റ് കളേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, ചില സാധനങ്ങൾ നമ്മളുടെ കണ്ണിൽ പെട്ടെന്ന്. അതെ, അങ്ങനെ ഞങ്ങള് രണ്ടുപേരും അതെ ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞങ്ങൾക്ക് അല്ലേ ഗുഡ് എന്ന് തോന്നുന്ന സാധനങ്ങൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് ഞങ്ങൾ പരീക്ഷണങ്ങളിലൂടെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കണ ഫാഷൻ സയന്റിസ്റ്റുകളാണ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ശ്രദ്ധിച്ച കാര്യമാണ് ഫുഡ് വെയർ. എല്ലാവരും ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കണ സാധനമാണ് ഫുഡ് വെയർ. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടും, എന്നിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ കൂടി ഇടുന്ന അഴുക്ക് പിടിച്ച ചെരുപ്പില്ല, ആ ചെരുപ്പൊക്കെ അതിന്റെ കൂടെ അത് ക്ലീൻ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും. അല്ല സത്യം പറയാലോ, അതെന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാവുന്നു. കാരണം ഞാൻ പണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ഞാൻ വീട്ടിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും അഴുക്കൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ കഴുകാനും അതൊക്കെ മടിയായിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പാൻസും ഷർട്ടൊക്കെ നല്ല രീതിയിൽ ഇട്ടുണ്ട് പോകുമ്പോൾ ഇത് മാത്രം മോശം വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് ഭയങ്കര മോശമാണ്, നിൻ്റെ പേഴ്സണാലിറ്റി നിൻ്റെ കാലിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ഞാൻ അന്ന് പോയതെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ അവരൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെയല്ല, നമ്മളെപ്പോഴും എപ്പോൾ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്താലും ഇപ്പം പോട്ടെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ഭംഗിയിൽ വെക്കണത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ടോപ്പ് ടു ബോട്ടം അടിപൊളിയാക്കി വെക്കണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പം ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അതനുസരിച്ച് ആക്സസറി ചെയ്യുക, അതുപോലെ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അതനുസരിച്ച് ഫുഡ് വെയർ ചൂസ് ചെയ്യുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ റെഫർ ചെയ്ത് തന്നെ ആട്ടോ നമുക്കത് കിട്ടുള്ളൂ. പിന്നെ സ്നീക്കേഴ്സ് ഇടണമെങ്കിൽ അത് ഇന്ന ടീഷർട്ടിൻ്റെ കൂടെ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു ഹീൽ ഇടണമെങ്കിൽ അത് ഇന്ന ഡ്രസ്സിൻ്റെ കൂടെ ആയിരിക്കും ഭംഗി. അത് നമ്മൾ ഇവൻച്വലി നമ്മൾ നോക്കി റെഫർ ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യം. അത് ഞങ്ങൾ കംഫർട്ടബിൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിള്ളേരെ നമ്മുടെ ഔട്ട്ഫിറ്റിനനുസരിച്ച് നമ്മൾ ആക്സസറീസ് ചൂസ് ചെയ്യാന്നുള്ളത്. കാരണം ഒരു ഓവറോൾ ലുക്കിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസറീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ സ്റ്റൈൽ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അനന്ത് പറയും, അനന്തുവിന് എന്താണ് ചേഞ്ച് വരുത്തിയത്? ഞാൻ
ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറയുന്ന പോലെ കാത് കുത്തണം എന്നുള്ള പണ്ടോട്ടുള്ള ആഗ്രഹം. പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല, അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. വീട്ടിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് പിന്നെ ആ വീട്ടിൽ ചേട്ടനാണെങ്കിലും അമ്മക്കാണെങ്കിലും ഒരു താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ഒരു ദിവസം എനിക്ക് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്കൊരു ആർട്ട് ഡയറക്ടറിൻ്റെ റോളാണ് എനിക്ക് തന്നത്. അപ്പോൾ അന്ന് എനിക്ക് മുടിയുണ്ട്, ഇത്രയും മുടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ബൊഹേമിയൻ സ്റ്റൈലിലെ ഒരു ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു അനന്തുവിന് കാത് കുത്താൻ. ഞാൻ പറഞ്ഞു പറ്റും. കേട്ടപ്പോ എനിക്ക് മറ്റേ അത്രയും മീൻസ് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതിനേക്കാളും പുള്ളി ഏറ്റവും സന്തോഷപ്പെട്ടു കാത് കുത്താവേ. കാരണം അത്രയും എന്റെ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു സിനിമയെ കിട്ടിയപ്പോ ആ സന്തോഷമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു ഇന്നൊരു കാര്യമുണ്ട്, കാത് കുത്തണം. അവരോട് പ്രത്യേകം പറഞ്ഞു കാത് കുത്തണം. അവര് ചോദിച്ചു പറ്റുമോ കാത് കുത്തി? അവർ പിന്നെ പറ്റും. അങ്ങനെ ആദ്യം പോയി കാത് കുത്തി. അതും 2 കുത്തി. അല്ല അത് ആദ്യം ഒന്നായിട്ട്, പിന്നെ ഒരു കല്യാണത്തിനും ഒരു 1 year ഒരു എൻഗേജ്മെന്റിന് മുന്നേ കുത്തിയതാ. എൻഗേജ്മെന്റ് എന്തോ മുന്നേ കുത്തിയാണോ. പക്ഷെ ഇത് ഭയങ്കര അനന്തുവിനെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യണ സാധനം. 2 കമ്മല് ഇത് കണ്ടിട്ട് എന്റെ കസിൻ പോയി കുത്തിയിട്ടുണ്ട്. കുത്തണമെന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ സീരിയലിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് ഇടണ്ടേ, കാരണം അത് അടഞ്ഞു അല്ലെങ്കിൽ മൂക്ക്. അതെ, പിന്നെ അതുപോലെ തന്നെ അനന്തു ആക്സറി പേഴ്സൺ ആട്ടോ, ഭയങ്കര ആക്സറി പേഴ്സണാ. ഒരു ഇത്രയുള്ള ഫുൾ പൗച്ച് നിറച്ച അനന്തുവിന്റെ കമ്മലും അതുപോലെ തന്നെ മാലയും കയ്യിലിടുന്നതും. സംഭവം ഞാൻ മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഈ എന്താ പറയാ ഒരുപാട് ഈ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, പുറത്തുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ കൂടുതലും ഈ പറയുന്ന പോലെ ഈ ഒരു പെൻഡന്റ് അതൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടൈഗർ ഷെറോഫിന്റെ ഈ ബോഡിയാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ആളുകൾ. അപ്പോൾ ടൈഗർ ഷെറോഫിന്റെ ഓരോ ഫോട്ടോസിലും പുള്ളി ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറിലെ ത്രെഡ് ആണെങ്കിൽ ഇട്ടപ്പോൾ ഒരു നല്ല ഭംഗിയാണ് പുള്ളിക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഞാൻ ഇട്ടപ്പോഴും എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നി. മീൻസ് എനിക്കധികം ഈ രോമമില്ലാത്ത ശരീരമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ഇടുമ്പോഴത്തേക്ക് അതൊരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ആക്സറി പേഴ്സൺ ആണ്. ഇവനിപ്പോൾ ഒരു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കണ്ടാൽ ഞാൻ ചിലപ്പോൾ മേടിക്കില്ലായിരിക്കും, പക്ഷെ നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു മാല ഒരു കമ്മലം കണ്ടാൽ ഞാൻ മേടിക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ്. അനന്തുവിനെ അറിയാതെ ഞാൻ ഓരോ സൈറ്റിൽ ഇരുന്നിട്ട് അനന്തു ഇത്ര റേറ്റ് എടുക്കണം, എടുത്തോ, ഫുൾ സപ്പോർട്ടാണ്. അല്ല, കാരണം എനിക്ക് ഞാൻ എപ്പോഴും എടുത്ത് പറയാണ്, നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ സമയം 2 buy എന്നും പറഞ്ഞ സേവ്ഡ് ഐറ്റംസിൽ ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് മേടിക്കാനുള്ള സാധനം, എനിക്ക് അത്യാവശ്യം നല്ല പൈസ വരുവാണെങ്കിൽ എനിക്ക് മേടിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ 2 buy എന്നും പറഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവളോട് ഞാൻ പറയുന്നത് നിനക്കത് മേടിച്ചൂടെ, നീ ഏൺ ചെയ്യുന്നുണ്ടല്ലോ, വലിയ പൈസ ഒന്നല്ല, കൂടിപ്പോ ഒരു 100-200-400 സാധനങ്ങളൊക്കെ ആയിരിക്കും, ഇഷ്ടമുള്ള മേടിച്ചു. കാരണം ഇപ്പോഴും നമുക്ക് അതൊക്കെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ അനന്തുവിന്റെ സ്റ്റൈല് എന്താ അനന്തു പറയണത്, അതെങ്ങനെയാണ് ഇപ്പൊ സ്റ്റൈൽ ചെയ്യണത്? എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഇപ്പൊ ഈ സീരിയൽ TV സീരിയൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യാനെറ്റിൽ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം ഒരു ആർമി മാനായിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ക്ലീൻ ഷേവ്, മീശ മാത്രം, സത്യന്റെ ഫേസ് ഭയങ്കരമായിട്ടും ചെറുതായി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ മുടി വളർത്താൻ തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് വെട്ടാൻ പറ്റിയിട്ടില്ല. കാരണം മുടി വളർന്ന ഒരു കേളി ഹെയർ ലുക്ക് ഇപ്പോൾ ഓരോ സീരിയൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് മുടി വളർത്തിയുള്ള ഫേസാണ് വേണ്ടത്. മീൻസ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം, പക്ഷെ അത് വെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഹെയർ സ്റ്റൈലും എല്ലാത്തിൻ്റെയും കോംബോ ചെയ്തിട്ട് ഞാൻ ഓരോ ഡ്രസ്സ്. ഒരു കാര്യം കൂടി പറയണ്ടേ, ഇതുവരെ ഞാനില്ലേ ഒരു ഒറ്റ ലുക്കിലാണ് കണ്ടിട്ടില്ല കേട്ടോ. ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ച വെട്ടി, അല്ലെങ്കിൽ മുടിയുടെ ഇവിടെ നിന്ന് ഷെയ്ഡ് ചെയ്തെടുത്ത്, അങ്ങനെ ഡിഫറെന്റ് അത് വിത്തിൻ 3 monthsലൊക്കെ ഇങ്ങനെ മാറ്റുമായിരുന്നു. എനിക്ക് നടക്കണം ഒട്ടും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഈ പറയുന്ന മീശ പഠിക്കും, മീൻസ് ചെറുതായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിമീശയും അല്ലെങ്കിൽ താടി ട്രിം ചെയ്ത് നിർത്തും, ഇവിടെ നിന്ന് ഫേഡ് ചെയ്തെടുക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് സ്റ്റൈല് ഭയങ്കര ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹം. പിന്നെ അനന്ത് എപ്പോഴും ബോഡിക്ക് അനുസരിച്ച് അനന്ത് എപ്പോഴും ഇപ്പൊ ഈ പറയുന്ന പോലെ നല്ല കേളി ആയിട്ടുള്ള ഹെയർ ഉള്ള സമയത്ത് ഞാൻ ടൈറ്റ് ടീഷർട്ട് ഇടില്ല. കാരണം നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ടും വലുതായിരിക്കണോണ്ട് നമുക്ക് ഈ പറഞ്ഞ തലമുടി ഇത്ര നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ചെറുതായിട്ട് തോന്നിക്കോളും. അപ്പോൾ ഇപ്പോൾ ഈ ബസ്കട്ടൊക്കെ അടിച്ച് അല്ലെങ്കിൽ നല്ല മുടിയൊക്കെ ഫെയ്ഡൊക്കെ ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ ടീഷർട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല മസ്കുലറായിട്ട് തോന്നിക്കും. അപ്പോൾ ഇപ്പൊ കൂടുതലും ലൂസ് ഷർട്ടൊക്കെ ഇടാറില്ല, ടീഷർട്ട് അങ്ങനെ ഇടുന്ന കുറവാണ്, ഭയങ്കര കുറവാണ് എന്ത് ഇടുന്നത്. അപ്പം ഞാനാണെങ്കിലും അതേ കേട്ടോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെരിമെൻറ്റും ചെയ്യും. എനിക്ക് പറ്റണം, എനിക്ക് രസമുള്ള ഡ്രസ്സ് എന്നൊക്കെ തോന്നി ഞാൻ കാണുന്നതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിടുകയും ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും നോക്കാറില്ല. പക്ഷേ എന്താ പറയണ, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഗുഡ് ഫിസിക് അടിപൊളിയായിരിക്കും എല്ലാ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസറിന്റെ
പുറത്തുള്ള അവരുടെ ഞാൻ കണ്ടതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സ്റ്റൈൽസ് ചെയ്യുന്ന നല്ലതായിരിക്കും എന്നുള്ളത്. ശരിയായിട്ട് നമ്മൾ ഓരോ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഓരോ സ്റ്റൈൽസ് ആയിരിക്കും. ഇപ്പം ഞങ്ങളാണെങ്കിലും ഞങ്ങൾ ഹണിമൂണിനൊക്കെ പോയ ഫോട്ടോസും ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഷോർട്ട് ഡ്രസ്സ് ഭയങ്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇപ്പം എൻ്റെ ടേസ്റ്റ് ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ യോട്ട് ട്രിപ്പ് അല്ല, നമ്മൾ സ്പീഡ് ബോട്ട് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് സട്ടിലായിട്ടുള്ള കളേഴ്സ്, കുറച്ച് ബാഗി ഫിറ്റഡ് സാധനങ്ങൾ, കുറച്ച് അങ്ങനത്തെ ഇത്തിരി മിനിമൽ ആയിട്ടുള്ള എന്നാൽ തന്നെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലുക്സ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള പീസുകൾ എപ്പോഴും ഉണ്ടാവും. ബ്ലാക്ക്, വൈറ്റ്, ഒരു ബ്ലാക്ക് ഷർട്ട് ഒരു വൈറ്റ് ഷർട്ട് എന്തായാലും എപ്പോഴും കാണും. അത് ഒരെണ്ണം ചീത്തതിന് അടുത്ത് അപ്പം തന്നെ പോയി മേടിക്കുകയും ചെയ്യും. അത് തന്നെ മേടിക്കും, ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ വൈറ്റ് ഷർട്ട്. കാരണം അത് നമുക്ക് ഒത്തിരി മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി എന്താ പറയുക, ആൾക്കാരെ ക്രിറ്റിസിസവും അതുപോലെ തന്നെ ഡ്രസ്സിങ് സ്റ്റൈലിലാണെങ്കിലും ഞങ്ങളുടെ ലുക്സിലൊക്കെ ആണെങ്കിലും ഒത്തിരി ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തിനാണെന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നേരത്തെ, ജീൻസ് ഇടുമ്പോഴത്തേക്കും അമ്മ എന്നെ ചീത്ത പറയായിരുന്നു. എന്റെ അമ്മ ഞാൻ ജീൻസ് ഇടാൻ സമ്മതിക്കില്ല, അതാണ് ഞാനാണ് ഈ ഷോർട്ട് ഡ്രസ്സ് ഇട്ടത് കണ്ട, കയ്യിലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണം. ഇതൊക്കെ ഞാൻ അമ്മൂനോടും പറയൂട്ടോ, ഞാൻ പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ് അമ്മു, നീ ഈസി ആയിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കണം ഞാൻ പറയാം അമ്മൂനോട്. കാരണം അത്രയും ടിപ്പിക്കലായിട്ടുള്ള വീടുകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വരണം. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം നിങ്ങളാണെങ്കിലും അതെ, ആ ഒരു ഭയങ്കര എന്താ പറയുക, അമ്മമാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ 90s കിഡ്സ് പാരൻസ് ആയിട്ടുണ്ടെങ്കിൽ വെറുതെ യോയോ മൈൻഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ അമ്മമാർക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഫാഷൻ എന്താ സ്റ്റൈൽ എന്താന്ന് പറഞ്ഞാൽ ചൂലെടുത്തടിക്കും. ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അത്യാവശ്യം എല്ലാത്തിനോടും ബോധമുണ്ട്. അവര് ജഡ്ജ് ചെയ്യില്ല, ഡ്രസ്സിങ് ജഡ്ജ് ചെയ്യില്ല, ബോഡി ജഡ്ജ് ചെയ്യില്ല. പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആലോചിക്കാൻ എന്നെ തോട്ടിന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നേച്ച്, തോട്ടി മാങ്ങ പറിച്ചു തരുമോ, എനിക്കിപ്പോഴും ട്രോമയായിട്ട് കിടക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറുണ്ട്, സാറിന് ഇതുപോലെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും സാർ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കണ്ട കേട്ടോ, നിന്നെയൊക്കെ കാണാൻ കൊള്ളും, നിന്റെ മുഖത്ത് നോക്കി ഒരാൾ നോക്കുമോ നിന്നെ, അതുപോലെ ഇതായിട്ടിരിക്കണത്. അത്രയും എനിക്ക് അന്നുണ്ടാക്കിയ ഒരു മെന്റൽ ട്രോമയില്ലേ പിള്ളേരെ, എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ ഇപ്പോഴും ആ സാറിനെ കാണുമ്പോൾ ആലോചിക്കും, നിങ്ങള് പറഞ്ഞ ആ ഒരു നോക്കാത്ത ആളെ ഇപ്പൊ ഒരു 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നോക്കണമെന്ന് വിളിച്ചിട്ടില്ല ഗസ്റ്റ് ആയിട്ട്. ഞാൻ വിളിച്ചാൽ ഞാൻ പോകില്ല, കാരണം അത്ര എനിക്ക് മെന്റൽ ട്രോമ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്രയും എന്താ പറയണ, എന്നെ എല്ലാരും കൂടി, ഒരാളല്ല ഒരു സ്റ്റാഫ് റൂമിൽ അത്രയും പേര് നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് എന്റെ മുഖത്ത് നോക്കി, ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും നോക്കുമോ, നിന്നെ കണ്ടാ 4 പേര് നോക്കും, ഇങ്ങനത്തെ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തിട്ടുണ്ട്, ലിറ്ററലി ഹറാസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ എനിക്ക് ആ ഒരു മെമ്മറീസ് വരുന്നത്. എനിക്ക് ഞാനിവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിൽ തന്നെ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പല്ല് പൊങ്ങിയെന്ന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ബസ്സിൽ നമ്മളെല്ലാവരും തിരിച്ചു വന്ന വഴിക്ക് ബസ്സിൽ കയറിയപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും സർക്കിൾ എല്ലാവരും കൂടി ഒരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് തമാശയൊക്കെ കാണിച്ചാൽ, മോളെ ഈ ചെക്കന് മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഈ കൊന്തമ്പലൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ ലിറ്ററലി ഞാനന്ന് ചെറുതല്ലേ, ഞാൻ കരഞ്ഞു. ഞാൻ അവിടെ നിന്ന് നാണം കെട്ട് എല്ലാവരും എന്നെ കളിയാക്കിയപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ സർക്കിളിലുള്ള കൂട്ടുകാരെല്ലാവരും കൂടി എന്താ പറയുക, ദേടാവൻ കരഞ്ഞടാന്ന് പറഞ്ഞ് പിന്നെയും കൂടി കളിയാക്കി. ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു, ആ ചെക്കൻ കരയണുണ്ടല്ലോ, ഇങ്ങനെ നിർത്തിക്കൂടെ എന്നും പറഞ്ഞ് അത്രത്തോളം കേട്ട് നിന്നപ്പോൾ. പക്ഷെ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ കളിയാക്കിയോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു എനിക്ക് നിൽക്കുന്നത്. ഇപ്പൊ ചില കാര്യത്തിനൊക്കെ ഓരോന്നൊക്കെ പറയും, നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോൾ ഞാൻ പറയും, ഇന്നലെ പോകാൻ പറയും, ഇതിനൊക്കെ നീ ഇതിനാണ് ശ്രദ്ധ കൊടുക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം പറയുന്നവരത് പറയും. പിന്നെ അന്ന് ആ കിട്ടിയതാണ് ഞാനിപ്പോൾ ഇപ്പം ഈ പറയുന്ന പോലെ ഈ ജിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. അന്നൊക്കെ അത് കേട്ട് നിന്നുകൊണ്ടായിരിക്കാം മേ ബി ഒരു വാശി വന്നു. അല്ലെങ്കിലും നമ്മളെ അത്രയും നമ്മളെ പ്രശ്നത്തിലാക്കിയപ്പോൾ മാത്രമേ നമുക്ക് തോന്നിയിട്ടുണ്ടാവുള്ളൂ കാണിച്ചു കൊടുക്കണം ഇവരെയൊക്കെ, അല്ലേ? സത്യം. അങ്ങനെ തോന്നി നമ്മള് നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്തിയ ആൾക്കാരാട്ടോ ഞങ്ങൾ രണ്ടുപേരും. അത്രയും ക്രിറ്റിസിസം എനിക്ക് കേട്ടിട്ടുണ്ട് ലൈഫിൽ. കണ്ണെഴുതി വന്നത് വശീകരിക്കാനല്ലേ എന്ന് ചോദിച്ച ടീച്ചർമാരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. എനിക്ക് ഫ്രണ്ട് സർക്കിള് വളരെ കുറവാണ്. കാരണം പണ്ട് ഞാൻ ഇതുപോലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത്, ഒരുപാട് ഫ്രണ്ട് സർക്കിൾ വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ലുക്ക് നോക്കി കുറേ കമ്പനിയൊക്കെ ഇങ്ങനെ വരുന്നു. കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ ഫ്രണ്ട് ബെഞ്ചല്ല, ഒരു ഫ്രണ്ട് ബെഞ്ചും അല്ല ബാക്ക് ബെഞ്ചും അല്ല, നടുക്ക് കിടക്കുന്ന കുറച്ച് പിള്ളേരില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ്. മീൻസ് ആരും വലിയ എന്താ പറയുക ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറച്ച് പിള്ളേരില്ല, അതേപോലെ കണ്ടേച്ചു. അപ്പൊ ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ആ സമയത്തുണ്ടായിരുന്ന തിങ്കിങ് ആട്ടോ നമ്മളെന്നും, അല്ലേ?
ആരും മൈൻഡ് ചെയ്യുന്നില്ല, ചെയ്യാണ്ട് പോട്ടെ, ഇങ്ങനെ ഫ്രണ്ട്സ് ആവാനായിട്ട് വിളിക്കണില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നമ്മൾക്കൊരു ഫ്രണ്ട് സർക്കിളൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആണ്. എനിക്ക് ഈ പറയുന്ന പോലെ അധികം ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു 5 പേരുണ്ടെങ്കിൽ അതാണ് ഹാപ്പി. ഞാനും അതെ, എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കണ്ട്, എന്റെ ഫ്രണ്ട്സ് ലിറ്ററലി എല്ലാവരും കൂടി ഇങ്ങനെ ബെഞ്ചിലിരിക്കും, ബെഞ്ച് വൈസ് ഇരിക്കും. എന്നിട്ട് ഇവരെല്ലാവരും ടീച്ചർ പറഞ്ഞ് കേൾപ്പിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവരെല്ലാവരും പറഞ്ഞു കേൾപ്പിക്കും. എൻ്റെ പേര് പറയും, ശരണ്യ മാത്രം പഠിച്ചിട്ടില്ല എന്ന്. ഏതൊക്കെ സോഷ്യൽ സയൻസിന്റെ പീരീഡ് ഉണ്ടോ ഞാൻ മാത്രം പുറത്ത്. അത് ഞാനാ പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ സ്ട്രക്ചറിലുള്ള 5-8 ക്ലാസ്സുകാർക്ക് കാണാൻ ഞാൻ പുറത്ത് നിൽക്കണ്. എനിക്കുണ്ടായ മെന്റൽ ട്രോമയിൽ അവസാനം ക്ലാസ്സിൽ ആമ്പിള്ളേർ പറഞ്ഞു, നിങ്ങൾക്ക് ആ ശരണ്യ എന്തിനാണ് അതിനോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന രീതിയിൽ ആമ്പിള്ളേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും എന്നെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം കെട്ടിപ്പിടിക്കാൻ വരും, ശരണ്യ, ഓ മൈ ഗോഡ് ശരണ്യ. എനിക്ക് ക്ലാസ്സിൽ പുറത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര, കാരണം ഞാൻ മാത്രം ഒരു പെങ്കൊച്ച് പുറത്തുനിൽക്കുമ്പോൾ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും എല്ലാ ദിവസവും ഇവരിങ്ങനെ ഒത്തു കളിക്കും. ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവര് ഫ്രണ്ട്സ് ആയിട്ട് കൂടി എന്നെ എത്ര ക്ലാസ്സിൽ അങ്ങനെ ആ ക്ലാസ്സിൽ കരഞ്ഞിട്ടുണ്ട് വീട്ടിൽ അതിനെ ഡിവിഷൻ മാറ്റണം എന്നുള്ളത്. അവസാനം ടീച്ചറോട് ടീച്ചറോട് ശരണ്യ എന്തിനിപ്പോൾ ഡിവിഷൻ മാറണേ എന്നുള്ള രീതിയിൽ. അപ്പൊ അവര് പറയുന്നത് ശരണ്യ നടക്കണ ശരിയല്ല, ശരണ്യ ഒരുങ്ങണത് ശരിയല്ല, എന്താണ് ശരിയല്ല. എനിക്ക് അതാ മനസ്സിലാവാത്ത. ഭയങ്കര ഗ്യാങ് അടിച്ചതായിരുന്നു. നമ്മുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് ഇപ്പൊ കാണുമ്പോ ചിലപ്പോ ചിരിക്കണ്ട, ഈ കൂട്ടുകൂടി കളിയാക്കി മറ്റേ കുത്തിരിപ്പുണ്ടാക്കണവര് മറ്റുള്ളവരെ കളിയാക്കാന്നൊക്കെ പറഞ്ഞാൽ എന്റെ നടത്തം ശരിയല്ലെന്ന് പറയില്ലേ. എന്നെ കൊണ്ട് ക്ലാസ്സിൽ ക്യാറ്റ് വോക്ക് ഇവരെല്ലാരും കൂടി കൂടി നിന്നിട്ട് ഞാൻ മാത്രം നടന്ന് കാണിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പിള്ളേർ എന്റെ അന്നത്തെ അവസ്ഥ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ ചൈൽഡ്ഹുഡിൽ തന്നേക്കണ കുറെ ട്രോമാസ് ആട്ടോ ഇതൊക്കെ. അങ്ങനെ ഒത്തിരി സ്റ്റേജസിലൂടെ ഞങ്ങൾ കടന്നു വന്ന ആൾക്കാരാണ്. എനിക്കിപ്പോഴും എന്റെ എന്തിനെന്നോട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞു. നമുക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നപ്പോ അങ്ങനെ പറഞ്ഞു പോയതാട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതെ, നിങ്ങൾ പോലത്തെ കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയേക്കണായിരിക്കാം. നിങ്ങൾക്കും ചേഞ്ചസ് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യണം, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും സ്ഥലമൊക്കെ കാണിക്കുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ, ചെക്ക് ചെയ്ത് നോക്ക്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അക്സറീസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലോ അല്ലേ? റെഫർ ചെയ്യുക, ട്രയൽ ആൻഡ് എറർ ചെയ്യുക. പിള്ളേരെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സമയം ഇനിയും വൈകിട്ടില്ല. നിങ്ങൾക്കും ഇനിയും അടിച്ചു പൊളിച്ച് ഒരുങ്ങി കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ മേടിക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ? ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. DM ചെയ്തോ, നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? അനന്തുനും DM ചെയ്തോ, എന്നെ DM ചെയ്തോ. ഞങ്ങളാൽ കഴിയുന്ന സഹായം അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അതെ ജസ്റ്റ് ചൂസ് ചെയ്യുക. ആരുടെയും ഒപ്പീനിയൻസ് വേറെ കേൾക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. പല അഭിപ്രായം പറയുന്നില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്ന എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. അല്ലാതെ അതിലൊന്നും ഒരിക്കലും ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പലരും എന്ന് പറയാറുണ്ട്, എടാ നീ മറ്റേ സ്റ്റൈലാണ് നിനക്ക് ചേരുന്നത്, നിനക്ക് ഈ സ്റ്റൈലോട്ട് ചേരുന്നില്ല. ഞാൻ പറയാം ഓക്കെ ഫൈൻ, എനിക്ക് ഓക്കെ നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ മാനിക്കുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റൈലിൽ തന്നെ നിൽക്കാൻ ആഗ്രഹമില്ല. എനിക്ക് ട്രൈ ചെയ്യണ്ടേ, നമുക്കത് കൊള്ളില്ല എന്നും പറഞ്ഞത് ട്രൈ ചെയ്യണ്ട എന്നല്ലല്ലോ, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഡ്രസ് ഇട്ടത്. എനിക്ക് ട്രൈ ചെയ്യണമായിരുന്നു, ഞാൻ ഇട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കേട്ടപ്പോ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിട്ടോ. പക്ഷെ ട്രയൽ റൂമിൽ നീ അന്ന് ഇട്ട് കാണിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗി. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു കൂടിപ്പോയില്ല, കാരണം ഇത് ഭയങ്കര ഹെവി ഡ്രസ് ആയി പോയി. പിന്നെ എനിക്ക് അന്ന് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ ഫേസ് മുതൽ എന്റെ ശരീരം വരെ നീര് വെച്ചിരിക്കണ പോലെ എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. അന്ന് വയ്യാണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടിട്ട്. അതുകൊണ്ട് പിന്നെ ഗൈസ് ഇനിയും ഞാൻ ഇടും അതുപോലത്തെ ഡ്രസ്സ്, ആ സെയിം ഡ്രസ്സ് ഞാൻ ഇനി ഇടും. കാരണം എനിക്ക് അതിലൊന്നും വലിയതൊന്നും തോന്നണില്ല കേട്ടോ. ശരിയാണ് എന്റെ ബോഡി ശരിയല്ല, പക്ഷെ അതൊന്നും എനിക്ക് ആ ഡ്രസ്സ് ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാം. അത് നിന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് എനിക്കത് നല്ലതാണോ, എനിക്കത് നല്ലതാണെന്ന് ഞാൻ തോന്നണേ ഞാൻ എന്തും ഇടും ഗൈസ്, ഞാൻ എന്തും ചെയ്യും. അതെ നല്ലതാണെന്ന് തോന്നിയാൽ ചെയ്യാതെ അങ്ങനൊന്നും ചിന്തിക്കരുത്. നമ്മൾക്ക് ഇപ്പോഴേ ഒരു ലൈഫേ ഉള്ളൂ, അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുക ചെയ്യാം. ഗ്രീൻ ഫോറസ്റ്റിന്റെ സൈഡിൽ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു 1% എങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? അതുവരേക്കും ബൈ.